Hello everyone, this is Midulaj from Midslit. Today we are going to continue our short story, The Shocking Accident, written by Graham Greene. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഷോക്കിംഗ് ആക്സിഡൻറ്റ് ക്ലാസ് എടുക്കുകയാണ്. ഇന്ന് നമ്മൾ അതിൻ്റെ അവസാന ഭാഗം ക്ലാസ് എടുക്കുന്നതോട് കൂടിയിട്ട് ആ ഷോർട്ട് സ്റ്റോറി നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. In course of time, neither too early nor too late, rather as though in his capacity as a chartered accountant, Jerome had studied the statistics and taken the average, he became engaged to be married to a pleasant, fresh-faced girl of 25 whose father was a doctor in Pinner. അപ്പോൾ as a chartered accountant, Jerome made a lot of calculation and finally he became engaged to a girl. The girl was a pleasant, fresh-faced girl of 25 years old and her father was a doctor in Pinner. ജെറോം ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരുന്നു. അങ്ങനെ ഒരുപാട് നാളത്തെ കണക്ക് കൂട്ടലുകൾക്കൊടുവിൽ ജെറോം ഒരു പെൺകുട്ടിയുമായി അദ്ദേഹത്തിൻ്റെ എൻഗേജ്മെൻറ്റ് നടത്തി. ആ പെൺകുട്ടി കാണാൻ വളരെ നല്ല മുഖസൗന്ദര്യമൊക്കെയുള്ള ഒരു 25 വയസ്സുള്ള പെൺകുട്ടിയായിരുന്നു. അവളുടെ പിതാവ് പിന്നർ എന്ന സ്ഥലത്ത് ഒരു ഡോക്ടറായിരുന്നു. Her name was Sally. Her favorite author was still Hugh Walpole. അവളുടെ പേര് സാലി എന്നായിരുന്നു. അവൾക്ക് ഇഷ്ടപ്പെട്ട ഓഥറുടെ പേര് ഹ്യൂ വാൾപോൾ എന്നുമായിരുന്നു. അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ ഇവിടെ തരികയാണ് ചെയ്യുന്നത്. ആൻഡ് ഷി ഹാഡ് അഡോർഡ് ബേബീസ് എവർ സിൻസ് ഷി ഹാഡ് ബീൻ ഗിവൻ എ ഡോൾ അറ്റ് ദ ഏജ് ഓഫ് 5 വിച്ച് മൂവ്ഡ് ഇറ്റ്സ് ഐസ് ആൻഡ് മെയ്ഡ് വാട്ടർ. ഈ പെൺകുട്ടിക്ക് 5 വയസ്സായപ്പോൾ അവളുടെ പിതാവ് ഒരു പാവ സമ്മാനമായിട്ട് നൽകി. ഈ പാവ എന്താണെന്ന് വെച്ചാൽ ഈ പാവയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ പാവ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അനക്കുകയും അതുപോലെ തന്നെ മൂത്രമൊഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പാവയായിരുന്നു ഇത്. സോ ഈ പാവ 5-ാമത്തെ വയസ്സിൽ സമ്മാനമായി ലഭിച്ച ശേഷം ഈ പെൺകുട്ടികൾക്ക് കുട്ടികളോട് വല്ലാത്ത ഒരു ആരാധനയായിരുന്നു. Their relationship was contented rather than exciting as became the love affair of chartered accountant. It would never have done if it had interfered with the figures. So അദ്ദേഹത്തിൻ്റെ ഒരു ജോലി, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ് അദ്ദേഹം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ജോലിയും കണക്കുകളും ഒന്നും അവരുടെ ബന്ധത്തിനെ സ്വാധീനിച്ചിരുന്നില്ല. അവരുടെ ബന്ധം വളരെയധികം തൃപ്തികരമായിരുന്നു, സംതൃപ്തിയുള്ളതായിരുന്നു അവരുടെ ഒരു റിലേഷൻഷിപ്പ്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. വൺ തോട്ട് worried Jerome, however. എന്നിരുന്നാലും ജെറോമിനെ ഒരു ചിന്ത വല്ലാണ്ട് വിഷമിപ്പിച്ച് കളഞ്ഞു. Now that within a year he might himself become a father, his love for the dead man increased. He realized what affection had gone into the picture postcards. He felt a longing to protect his memory and uncertain whether this quiet love of his would survive if Sally were so intensive as to laugh when she heard the story of his father's death. അതാണ് ജെറോമിൻ്റെ പ്രശ്നം. ഒരു കൊല്ലത്തിനുള്ളിൽ എന്ത് ചെയ്യും? അദ്ദേഹവും ഒരു പിതാവായിട്ട് മാറും. ഈ ഒരു ചിന്ത തൻ്റെ മരിച്ചുപോയ പിതാവിനോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം വല്ലാണ്ട് വർദ്ധിപ്പിച്ചു കളഞ്ഞു. കാരണം ഇനി ഏകദേശം ഒരു കൊല്ലത്തിനുള്ളിൽ താനും ഒരച്ഛനാവും. അതുകൊണ്ട് ആ ഒരു സമയത്ത് തൻ്റെ മരിച്ചുപോയ പിതാവിനോടുള്ള ഇഷ്ടം ജെറോമിന് വല്ലാണ്ട് കൂടി വന്നു. And he was worried if Sally would laugh when she hears about his father's death. അതുപോലെ തൻ്റെ പിതാവിൻ്റെ മരണത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ തൻ്റെ വധുവായ സാലി ചിരിക്കുമോ എന്നായിരുന്നു ജെറോമിൻ്റെ മറ്റൊരു പേടി. ബിക്കോസ് ഒന്നാമത് എങ്ങനെയെങ്കിലും അവൾ ഈ കഥ അറിയാൻ ചാൻസ് ഉണ്ട്. Inevitably she would hear it when Jerome brought her to dinner with his aunt. ഇനിയിപ്പോൾ ജെറോം ഈ കഥ പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രതിശുദ്ധ വധുവായ സാലി ഇതറിയാൻ ചാൻസ് ഉണ്ട്. കാരണം എന്തായാലും കല്യാണം കഴിയുന്നതോടുകൂടിയിട്ട് അവരെ അമ്മായി അവരെ വിരുന്നിന് വിളിക്കും.
അപ്പോൾ അമ്മായി കഥയൊക്കെ പറയും. അമ്മായി കഥ പറഞ്ഞാലുള്ള അവസ്ഥ നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ അല്ലേ. Several times he tried to tell her himself, as she was naturally anxious to know all she could that concerned him. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രശ്നം ഇതാണ്, ഇദ്ദേഹം എങ്ങനെ ഇവരോട് പറയും. പലതവണ എന്ത് ചെയ്തിട്ടുണ്ട്, ഇദ്ദേഹം ഈ കഥകളൊക്കെ സാലിയോട് സ്വയം പറയാൻ വേണ്ടി ശ്രമിച്ചു. കുറച്ചുകൂടി നല്ലത് താൻ സ്വയം പറയുന്നതാവും. കാരണം അമ്മായിയുടെ അടുക്കൽ പോയി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ആകെ തകിടം മറിയും. അതുകൊണ്ട് തന്നെ ജെറോം പലതവണ അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. യു വെർ വെരി സ്മാൾ വെൻ യുവർ ഫാദർ ഡൈഡ്. നിൻ്റെ പിതാവ് മരിക്കുമ്പോൾ നീ വളരെ ചെറിയ കുട്ടിയായിരുന്നു. സാലിക്ക് ജെറോമിൻ്റെ കുട്ടിക്കാലത്തെ കാര്യങ്ങളും പിതാവിനെ കുറിച്ചും എല്ലാം അറിയാൻ വളരെയധികം താല്പര്യമുണ്ട്. അങ്ങനെ ജെറോം എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുമ്പോൾ സാലി വളരെ പോസിറ്റീവായിട്ട് അതിനോട് പ്രതികരിക്കുമായിരുന്നു. അങ്ങനെ അവൾ ചോദിക്കുകയാണ്, യു വെർ വെരി സ്മാൾ വെൻ യുവർ ഫാദർ ഡെഡ്. നിൻ്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് നീ വളരെ ചെറിയ കുട്ടിയായിരുന്നു. അപ്പോൾ ജെറോം പറയുന്നു, ജസ്റ്റ് 9, 9 വയസ്സ് മാത്രം. പുവർ ലിറ്റിൽ ബോയ്, പാവം കുട്ടി. അവൾ സഹതാപത്തോടുകൂടി പറയാണ്, ഇറ്റ് വാസ് അറ്റ് സ്കൂൾ ദേ ബ്രോക്ക് ദ ന്യൂസ് ടു മീ. ഞാൻ സ്കൂളിലായിരുന്നു, ആ സമയത്താണ് അവർ എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഡിഡ് യു ടേക്ക് ഇറ്റ് വെരി ഹാർഡ്. നീ വളരെ സീരിയസ് ആയിട്ടാണോ, വളരെ ഹാർഡായിട്ടാണോ ഈ കാര്യങ്ങളൊക്കെ എടുത്തത്? അപ്പോൾ ജെറോം പറയുന്നു, ഐ കാൺട്ട് റിമെമ്പർ. എനിക്ക് അതൊന്നും ഓർക്കാൻ പറ്റുന്നില്ല, അന്നത്തെ കാര്യങ്ങളൊന്നും ഓർക്കാൻ പറ്റുന്നില്ല. യു നെവർ ടോൾഡ് മീ ഹൗ ഇറ്റ് ഹാപ്പൻഡ്. നീ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല എങ്ങനെയാണ് ഈ സംഭവിച്ചത്, ഈ സംഭവം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഒരിക്കലും നീ എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറയാണ്, ഇറ്റ് വാസ് വെരി സഡൻ. വളരെ പെട്ടെന്നുണ്ടായിരുന്നു. എ സ്ട്രീറ്റ് ആക്സിഡൻറ്റ്. ഒരു തെരുവിലെ ഒരു അപകടം, ഒരു തെരുവ് അപകടത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. വളരെ പെട്ടെന്നായിരുന്നു ആ മരണം. യു വിൽ നെവർ ഡ്രൈവ് ഫാസ്റ്റ് വിൽ യു ജിമ്മി. അപ്പോൾ നീ ഒരിക്കലും വണ്ടി ഓടിക്കരുത്, വേഗത്തിൽ വണ്ടി ഓടിക്കരുത്, ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ, നീ വേഗത്തിൽ വണ്ടി ഓടിക്കരുത്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ വിചാരം ഇദ്ദേഹത്തിൻ്റെ പിതാവ് സ്ട്രീറ്റ് ആക്സിഡൻറ്റിൽ ഒരു വാഹനാപകടത്തിൽ മരിച്ചു പോയതെന്നാണ് ഇവരുടെ വിചാരം. അതുകൊണ്ട് തന്നെ ഇവൾ പറയാണ്, നീ ഒരിക്കലും ഇത്ര വേഗത്തിൽ വണ്ടി ഓടിക്കരുത് കേട്ടോ ജിമ്മി എന്ന് പറയുകയാണ്. ജിമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷി ഹാഡ് ബിഗൻ ടു കാൾ ഹിം ജിമ്മി. അത്രയും അറ്റാച്ച്മെൻ്റ് ആയിട്ടുണ്ട്. ജെറോം എന്നതിൽ നിന്ന് ചുരുക്കിയിട്ട് ജിമ്മി എന്ന വിളിപ്പേരിലോട്ട് എത്താൻ മാത്രമുള്ള ഒരു ആത്മസൗഹൃദം, ആത്മബന്ധം അവർ തമ്മിൽ ആയിട്ടുണ്ട്. ഇറ്റ് വാസ് ടു ലേറ്റ് ദെൻ ടു ട്രൈ ദി സെക്കൻഡ് മെത്തേഡ്, ദ വൺ ഹി തോട്ട് ഓഫ് ആസ് ദ പിഗ് സ്റ്റിക്കിംഗ് വൺ. അപ്പോൾ അതിനുശേഷം പിന്നെ വേറെ മാർഗ്ഗമല്ല, ജെറോമിന് എന്താണ്, എങ്ങനെയൊക്കെയാണ് ഇത് സംഭവിച്ചത്, ഈ പന്നിയുടെ കഥയിലോട്ടൊക്കെ എത്തേണ്ടി വരുന്നു. ദേ വർ ഗോയിങ് ടു മാരി ക്വൈറ്റ്ലി ഇൻ എ രജിസ്ട്രി ഓഫീസ് ആൻഡ് ഹാവ് ദെയർ ഹണിമൂൺ അറ്റ് ടോർക്കി. പെട്ടെന്ന് വാക്ക് മാറ്റിയിട്ട് നമ്മൾ രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ട് കല്യാണം കഴിക്കാൻ പോവുകയാണ്, നമ്മൾ ടോർക്കിയിൽ വെച്ചിട്ട് നമ്മുടെ ഹണിമൂൺ ആഘോഷിക്കാൻ പോവുകയാണ്. സോ അതൊക്കെ പറയുകയാണ്, ഈ കാര്യങ്ങളൊക്കെ അവരങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ട് പ്രൈവറ്റായിട്ട് വിവാഹം നടത്താനാണ് അവരുടെ പ്ലാന്. അതിനുശേഷം അവർ ഹണിമൂണിനായിട്ട് ടോർക്കി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോവും. ഹി അവോയ്ഡഡ് ടേക്കിംഗ് ഹെർ ടു സീ ഹിസ് ആൻറ്റ് അണ്ടിൽ എ വീക്ക് ബിഫോർ ദി വെഡ്ഡിങ്. അതുമാത്രമല്ല, ഒരു കാര്യം പ്രത്യേകം അദ്ദേഹം ശ്രദ്ധിച്ചു. കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് വരെ ജെറോം സാലിയെ തൻ്റെ അമ്മായിയുടെ അടുക്കൽ കൊണ്ടുപോകണ്ട എന്നുള്ളൊരു തീരുമാനം എടുത്തു. കാരണം അത് പ്രശ്നമാണ്. So, but then the night came and he could not have told himself whether his apprehension was more for his father's memory or the security of his own love. പക്ഷേ എത്ര കാലം അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? അങ്ങനെ ഒരു ദിവസം സാലിയെ തൻ്റെ അമ്മായിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ആ ഫോട്ടോ കണ്ടു. എന്താ കാണുന്നത്? അപ്പോൾ ആ ഫോട്ടോ ഇങ്ങനെ കാണുകയാണ്. ജെറോമിൻ്റെ ഫാദറിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്, പിയാനോയുടെ മുകളിലായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ചോദിക്കുകയാണ്, ജെറോമിൻ്റെ പിതാവ് അല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അമ്മായി പറയുന്നു, എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുന്നു.
അപ്പോൾ പറയാണ്, ഹി ഹാസ് ജിമ്മിസ് ഐസ് ആൻഡ് ബ്രോ ഹാസ് ഇൻ ഹീ. അപ്പോൾ ചോദിക്കുകയാണ്, നിനക്കെങ്ങനെ മനസ്സിലായതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഹി ഹാസ് ജിമ്മിസ് ഐസ് ആൻഡ് ബ്രോ, ജിമ്മിയുടെ കണ്ണും പുരികമൊക്കെ അതേപോലെ തന്നെ ഉണ്ടല്ലേ എന്ന് പറയാണ്. ഹാസ് ജെറോം ലെൻഡ് യു ഹിസ് ബുക്സ്. ജെറോം കല്യാണ ദിവസം കുറച്ച് പുസ്തകങ്ങൾ വിവാഹ സമ്മാനമായിട്ട് അവൾക്ക് കൊടുക്കാം എന്ന് ജെറോം പറഞ്ഞു. ജെറോം ഇങ്ങനെ വാക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ വിൽ ഗിവ് യു എ സെറ്റ് ഫോർ യുവർ വെഡ്ഡിങ്. ഹി റോട്ട് സോ ടെൻഡർലി അബൌട്ട് ഹിസ് ട്രാവൽസ്. ജെറോം അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഏതെങ്കിലും പുസ്തകങ്ങൾ തന്നിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ആ സമയത്ത് ജെറോം പറയാണ്, ഞാൻ കല്യാണം ആകുമ്പോൾ നിനക്ക് കുറച്ച് പുസ്തകങ്ങളൊക്കെ തരാം സമ്മാനമായിട്ട് എന്ന് പറയുന്നു. ഹി റോട്ട് സോ ടെൻഡർലി അബൌട്ട് ഹിസ് ട്രാവൽസ്. മൈ ഓൺ ഫേവറേറ്റ് ഈസ് nooks and crannies. He would have had a great future. It made that shocking accident all the worse. അപ്പോൾ ആൻറ്റി പറയാണ്, തൻ്റെ സഹോദരൻ അവൻ്റെ യാത്രകളെക്കുറിച്ച് വളരെ നന്നായിട്ട് എഴുതുമായിരുന്നു. അമ്മായിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകം അവരുടെ സഹോദരൻ എഴുതിയ നൂക്സ് ആൻഡ് ക്രാനീസ് എന്ന് പറഞ്ഞ ഒരു പുസ്തകമായിരുന്നു. ഒരുപക്ഷെ അയാൾ വലിയൊരു എഴുത്തുകാരനാകുമായിരുന്നു തൻ്റെ സഹോദരൻ. പക്ഷേ ആ അപകടം അത് സമ്മതിച്ചില്ല. കാരണം പെട്ടെന്നുണ്ടായ ഒരു അപകടം അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ തകർത്ത് കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ കൊണ്ടുപോയി. യെസ്, സാലിക്ക് അതിനെപ്പറ്റി കേൾക്കാൻ താല്പര്യമുണ്ട്. Jerome longed to leave the room and not see that loved face crinkled with irresistible amusement. ജെറോം മെല്ലെ ആ റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തോട്ട് മാറാൻ വേണ്ടി തീരുമാനിച്ചു. കാരണം വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ആ ലവബിൾ ഫേസ് പെട്ടെന്ന് ചുക്കിച്ചുളുങ്ങി ചിരിയിലേക്ക് മാറുന്നത് ജെറോമിന് ഒരിക്കലും സഹിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ജെറോമിന് അവിടെ നിൽക്കാതെ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് സാലി ചിരിക്കുന്നത് തനിക്ക് കാണണ്ട എന്ന് വിചാരിച്ച് ജെറോം റൂമിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ട് ആശിച്ചു. ഐ ഹാഡ് സോ മെനി ലെറ്റേഴ്സ് ഫ്രം ഹിസ് റീഡേഴ്സ് ആഫ്റ്റർ ദ പിഗ് ഫെൽ ഓൺ ഹിം. ആൻറ്റി പറയാണ്, എനിക്ക് ഒരുപാട് കത്തുകൾ വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ മേലെ പന്നി വന്ന് വീണ് അദ്ദേഹത്തിൻ്റെ മരണശേഷം. ഷി ഹാഡ് നെവർ ബീൻ സോ അബ്രപ്റ്റ്. ആൻഡ് ദെൻ ദ മിറാക്കിൾ ഹാപ്പൻഡ്. സാലി ഡിഡ് നോട്ട് ലാഫ്. ജെറോം വിചാരിച്ചത് സാലി തൻ്റെ പിതാവ് മരിച്ച രീതി അറിഞ്ഞാൽ പൊട്ടിച്ചിരിക്കുമെന്നാണ്. പക്ഷേ അപ്പോഴാണ് അത്ഭുതം സംഭവിക്കുന്നത്. സാലി ഡിഡ് നോട്ട് ലാഫ്. സാലി ഒരിക്കലും ചിരിക്കുന്നില്ല. സാലി സാറ്റ് വിത്ത് ഓപ്പൺ ഐസ് ഓഫ് ഹൊറർ വൈൽ ഹിസ് ഓൺ ടോൾഡ് ഹെർ ദി സ്റ്റോറി ആൻഡ് അറ്റ് ദ എൻഡ് ഹൗ ഹൊറിബിൾ സാലി സെഡ്. ജെറോം വിചാരിച്ചത് എന്താണ്, ഇവർ ചിരിക്കും എന്നുള്ളത്, അത് അവനെ തകർത്ത് കളയുമെന്നാണ് ജെറോം വിചാരിച്ചത്. പക്ഷെ എന്താ സംഭവിച്ചത്? സാലി വളരെ സീരിയസ് ആയിട്ട് അത് കേൾക്കുന്നത്. വളരെ സങ്കടമായിട്ടുണ്ട്, വളരെ അത്ഭുതമായിട്ടുണ്ട്. അവസാനം കഥ കേട്ട് അവസാനം ചോദിക്കുകയാണ്, ഹൗ ഹൊറിബിൾ, എന്ത് ഭയാനകമല്ലേ. ഇറ്റ് മേക്സ് യു തിങ്ക് ഡസൻറ്റ് ഹാപ്പനിങ് ലൈക്ക് ദാറ്റ് ഔട്ട് ഓഫ് എ ക്ലിയർ സ്കൈ. പച്ച പകല്, പട്ടാപ്പകൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആ ഒരു രീതിയിലാണ് സാലി സംസാരിക്കുന്നത്. ജെറോംസ് ഹാർട്ട് സാങ് വിത്ത് ജോയ്. ജെറോമിന് വളരെയധികം സന്തോഷമായി. ഇറ്റ് വാസ് ആസ് ദോ ഷി ഹാഡ് അപ്പീസ്ഡ് ഹിസ് ഫിയർ ഫോർ എവർ. അങ്ങനെ ജെറോമിന് വളരെയധികം സന്തോഷമാവുകയാണ്. ജെറോം എന്ത് ചെയ്ത് തിരിച്ച് അവർ പോരുകയാണ്. ഇൻ ദ ടാക്സി ഗോയിങ് ഹോം ഹി കിസ്ഡ് ഹെർ വിത്ത് മോർ പാഷൻ ദാൻ ഹി ഹാഡ് എവർ ഷോൺ ആൻഡ് ഷീ റിട്ടേൺഡ് ഇറ്റ്. തിരിച്ച് ടാക്സിയിൽ അവർ മടങ്ങുമ്പോൾ വളരെ സ്നേഹത്തോടു കൂടിയിട്ട്, മുമ്പെങ്ങും ഇല്ലാത്ത ഒരു പാഷനോട് കൂടിയിട്ട് സാലിയെ ജെറോം ചുംബിക്കുകയാണ്. അവൾ തിരിച്ചും അതുപോലെ ചുംബിക്കുന്നു. കാരണം ആദ്യമായിട്ടാണ് ഒരാൾ തൻ്റെ പിതാവിൻ്റെ മരണത്തോട് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത്. അതിൻ്റെ ഒരു സന്തോഷത്തിൽ അവളെ ചുംബിക്കുകയാണ്. There were babies in her pale blue pupils, babies that rolled their eyes and water. A week today, Jerome said, and she squeezed his hand. Penny for your thoughts, my darling. I was wondering, Sally said, what happened to the poor pig? They almost certainly had it for a dinner, Jerome said happily and kissed the dear child again. So, പിന്നീട് ചോദിക്കുകയാണ്,
മറ്റാരും ചോദിക്കാതെ ജെറോം അന്ന് ചോദിച്ചതുപോലെ, ജെറോം ഹെഡ് മാസ്റ്ററോട് ചോദിച്ച പോലെ അവർ ചോദിക്കുകയാണ്, വാട്ട് ഹാപ്പൻ ടു ദ പൂർ പിഗ്? ആ പാവം പന്നിക്ക് എന്താണ് സംഭവിച്ചത്? ജെറോം അന്നതുപോലെ ഹെഡ് മാസ്റ്ററോട് ചോദിച്ചിരുന്നു. അതുപോലെ തന്നെ അതേ വേവ് ലെങ്ത്തുള്ള ഒരു പെൺകുട്ടിയെയാണ് തനിക്ക് കിട്ടിയതെന്നോർത്ത് ജെറോം വളരെയധികം സന്തോഷിക്കുന്നു. എന്നിട്ട് ജെറോം പറയുന്നു, ദേ ആൾമോസ്റ്റ് സെറ്റൻലി ഹാഡ് ഇറ്റ് ഫോർ ഡിന്നർ. ആ പന്നിയെ അവർ ഡിന്നറിന് കഴിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അവളെ ഒരിക്കൽ കൂടി ചുംബിക്കുകയാണ് ജെറോം ചെയ്യുന്നത്. സോ അതാണ് ഷോർട്ട് സ്റ്റോറി. ഒരു ഡാർക്ക് ഹ്യൂമർ, ബ്ലാക്ക് ഹ്യൂമർ വരുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണിത്. അപ്പോൾ എല്ലാവർക്കും കഥ വളരെയധികം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കൃത്യമായിട്ട് എല്ലാവർക്കും കഥ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വളരെയധികം നന്ദി. താങ്ക് യു.